Hello dear friends, welcome back to Learning Hub. Let's learn together with Dhanya. ഓക്കെ, നമ്മൾ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട്. അപ്പം 19th എക്സാം ആണ്. അപ്പോൾ എല്ലാവരും പഠനത്തിൻ്റെ തിരക്കിലായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എവിടം വരെയായി പഠനം എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. നമുക്ക് എക്സാമിന് ബാങ്കിങ്ങും അതുപോലെ തന്നെ കോർപ്പറേഷനുള്ള ക്വസ്റ്റ്യൻസ്, മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അണ്ടറിൽ വരാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. ബി, ഓട്ടോക്രാറ്റിക് കൺട്രോൾ. സി, ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. ഡി, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡസ് നോട്ട് കം അണ്ടർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഇസ് ഓട്ടോക്രാറ്റിക് കൺട്രോൾ. അപ്പം നമുക്ക് 7 എണ്ണവും പച്ചവെള്ളം പോലെ പഠിച്ചിട്ടുള്ളതായിരിക്കും. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റീസ്. ഇതാണ് നമ്മളുടെ 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ബൈ ICA അല്ലേ. അപ്പം 7 എണ്ണമാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതിൽ നമുക്ക് നോക്കേണ്ടത് ഇവിടെ നോക്ക്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ ആണ് നമുക്ക് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഓട്ടോക്രാറ്റിക് കൺട്രോൾ ആണ്. സോ ഇതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2, ഡാഷ് ഇസ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ തന്നിട്ടുള്ളതിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് റെപ്കോ, ഇഫ്കോ, ആപ്കോസ്, മാർക്കറ്റ് ഫെഡ്. ഓക്കെ, ആൻസർ ഇസ് ഇഫ്കോ. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ഇഫ്കോ. ഓക്കെ, അപ്പം അത് ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ മാർക്കറ്റിംഗും ആണ് ചെയ്യുന്നത്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹി. അത് നമുക്കറിയാം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇയർ ആണ് അവരുടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു വർഷം 1967 നവംബർ 3 ആണ് ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഓക്കെ, അപ്പം 57 മെമ്പർ കോപ്പറേറ്റീവ്സുമായിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ GDP പെർ ക്യാപിറ്റ ബേസിസിൽ നോക്കുകയാണെങ്കിൽ, അതായത് ടേൺ ഓവർ വൈസ് വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ആണ് ഇഫ്കോ. ഓക്കെ, biggest cooperative in the world by turnover on GDP per capita. ഇനി അവരുടെ ആദ്യത്തെ ഫെർട്ടിലൈസർ പ്ലാന്റ് എന്ന് പറയുന്നത് കലോൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ കാൻഡ്ല പ്ലാന്റും ഇഫ്കോയുടെ തന്നെയാണ് ഫെർട്ടിലൈസർ പ്ലാന്റ്. ദെൻ അവർക്ക് യൂറിയ പ്ലാന്റ്സ് ഉള്ളത് ഫൂൽപൂർ അതുപോലെ തന്നെ ഓൺല, അവിടെ ഉത്തർപ്രദേശിലാണത്. ഓക്കെ, ഫുൽപൂർ ആൻഡ് ഓൺല അത് അവരുടെ യൂറിയ പ്ലാന്റ്സ് ആണ് ഇഫ്കോയുടെ. അതുപോലെ തന്നെ ആദ്യത്തെ ഫെർട്ടിലൈസർ പ്ലാന്റ് എന്ന് പറയുന്നത് കലോലാണ്, അതിനുശേഷം കാൻഡ്ല. ഓക്കെ, അപ്പം ഇഫ്കോ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്, ഇമ്പോർട്ടന്റ് ആണ്. ഇയർ 1967 നവംബർ 3 ആണ്. ഓക്കെ, question number 3, in which year multipurpose cooperatives exclusively for SC/ST were started in Kerala? കേരളത്തിലെ SC/STക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വർഷം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് അത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ലാസ്റ്റ് എക്സാമിന് വന്നിട്ടുള്ളതാണ്. അപ്പം SC/ST ഫെഡറേഷൻ ആണ് നമുക്ക് കേരളത്തിലുള്ള കോപ്പറേറ്റീവ്. ഓക്കെ, അതായത് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് SC/ST ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ കേരളത്തിന്റെ SC/ST ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോപ്പറേറ്റീവ്. അപ്പം അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 1981 അപ്പൊ ഇതിൽ ഇയർ ഇമ്പോർട്ടന്റ് ആണ്, കാരണം എല്ലാ കോപ്പറേറ്റീവ്സിന്റെയും ഇയർ ഇമ്പോർട്ടന്റ് ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഇയേഴ്സ് മാത്രമായിട്ട് പറയാം. ഓക്കെ, കാരണം എക്സാമിന് നമുക്കത് പോകുന്ന സമയത്ത് ഓർത്തു വെക്കാനുള്ളതാണ്, അതുകൊണ്ട്. ഓക്കെ, സോ 1967 നമ്മൾ ഇഫ്കോ പറഞ്ഞു. ഇപ്പൊ ഇത് 1981 SC/ST ഫെഡറേഷൻ. ഓക്കെ, അപ്പൊ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് 22 ജൂലൈയിലും കമൻസ് ചെയ്തിട്ടുള്ളത്, അതായത് ഫംഗ്ഷനിങ് തുടങ്ങിയിട്ടുള്ളത് October 5th ആണ്. ഓക്കെ, 22 ജൂലൈ 1981 ആൻഡ് October 5th 1981. അപ്പം SC/ST ഫെഡറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം പേരൂർക്കട. പിന്നെ SC/ST ഫെഡറേഷന്റെ പഴയ പേര് ഗിരിഫെഡ് എന്നാണ്, നമുക്കറിയാം ഗിരിഫെഡ് എന്നാണ്. പിന്നെ അവരുടെ ഒരു എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, ഓക്കെ, ചെറിയ നമുക്ക് ഈ കാട്ടിൽ നിന്ന് കിട്ടുന്ന പ്രൊഡ്യൂസേഴ്സ് എല്ലാം തന്നെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഹെഡ് ഓഫീസസ് വരുന്നത് തൃശ്ശൂർ ആൻഡ് വയനാടാണ്. ഓക്കെ, അപ്പം മാർക്കറ്റിംഗ് ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഇവിടെ തൃശ്ശൂർ ആൻഡ് വയനാടാണ് ഹെഡ് ഓഫീസസ് വരുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ആയുർധാര ഫാർമസ്യൂട്ടിക്കൽ കളക്ഷൻ. ആയുർധാര ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ മുമ്പ് വന്നിട്ടുണ്ട്. SC/ST ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആയുർധാര ഫാർമസ്യൂട്ടിക്കൽ കളക്ഷൻ. അപ്പം അതുള്ളത് തൃശ്ശൂരിലെ അഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ആയുർധാര ഫാർമസ്യൂട്ടിക്കൽ കളക്ഷൻ അറ്റ് അഞ്ചേരി, തൃശ്ശൂർ. പിന്നെ ഉള്ളത് ഒരു പഞ്ചകർമ്മ സെന്റർ, അത് തൃശ്ശൂരും തിരുവനന്തപുരത്തും. ഓക്കെ, SC/ST ഫെഡറേഷന്റെ തന്നെ ഭാഗമായിട്ടുള്ള പഞ്ചകർമ്മ സെന്റർ തൃശ്ശൂർ ആൻഡ് തിരുവനന്തപുരത്ത്. പിന്നെ തിരുവനന്തപുരത്ത് ഒരു ഫ്യൂവൽ സ്റ്റേഷനും കൂടിയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, next question number 4. Dash shall fix the interest rate of cooperative credit societies. Okay, cooperative credit societies ന്റെ interest rate fix ചെയ്യുന്നത് ആരാണ്? Okay, answer is registrar. അപ്പോൾ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. Okay, next question number 5. Dash is the umbrella of retail payment system. Okay, retail payment and settlement system. അപ്പോൾ അത് ഏത് കുടക്കീഴിലാണ് വരുന്നത്? റീറ്റെയിൽ പേയ്മെന്റ്സ് ഏത് കുടക്കീഴിലാണ് വരുന്നത്? ഓക്കെ, ആൻസർ ഇസ് NPCI. ഓക്കെ, റീറ്റെയിൽ പേയ്മെന്റ്സ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് NPCIയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ NPCI എന്ന് പറയുന്നത് ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ആണ് ഈ റീറ്റെയിൽ പേയ്മെന്റ്സിന്റെ. ഓക്കെ, NPCI പറഞ്ഞാൽ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, RBIയും അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും കൂടിയിട്ട് 2008 ഇനീഷ്യേറ്റീവ് എടുത്ത് സ്ഥാപിച്ചിട്ടുള്ളതാണ് NPCI. ഓക്കെ, അപ്പൊ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. NPCI ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ, RBIയുടെ അണ്ടറിൽ വരുന്നതാണ് NPCI. റീറ്റെയിൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു എന്താ പറയാ അംബ്രല്ല ഓർഗനൈസേഷൻ ആണ് NPCI എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ചെയർമാൻ ഓഫ് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് 1964. 1964 ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പില് ചെയർമാൻ ആരാണ്? DR ഗാഡ്ഗിൽ. ഓക്കെ, ഗാഡ്ഗിൽ ആണ് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ 1964. Okay, next is 7th question. National Dairy Development Board was created in the year. NDDB ഫോം ചെയ്തിട്ടുള്ള വർഷം 1965 ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പം 1965 ആരാണ് ഫോം ചെയ്തത്? വർഗീസ് കുര്യൻ, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് 1965 NDDB ഫോം ചെയ്തത്. ഓക്കെ, ആനന്ദ് ഗുജറാത്തിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, അടുത്തത് 8th question. Which one of the following is the selective method of credit control? Okay, credit control mechanisms RBIയുടെ ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസംസ് ആണ്. അപ്പം അത് ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. ഓക്കെ, രണ്ട് തരത്തിലാണുള്ളത്. അപ്പം ഇതില് സെലക്റ്റീവ് മെത്തേഡ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ അതിൽ ഈ ക്വാളിറ്റേറ്റീവിനെയാണ് സെലക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് അറിയാവുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവിലാണ് നമുക്ക് ഈ CRR ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ SLR ബാങ്ക് റേറ്റ് പോളിസി, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇതെല്ലാം വരുന്നത് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഓക്കെ, എന്നാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതും തിരിഞ്ഞു പോകരുത്, കാരണം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവിലാണ്. ഓക്കെ, ഇനി ആദ്യം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സെലക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാളിറ്റേറ്റീവ് എന്തൊക്കെയാണ് വരിക? മോറൽ സ്വേഷൻ, ആൻസർ ഇസ് മോറൽ സ്വേഷൻ. അതുപോലെ തന്നെ വരുന്നതാണ് ക്രെഡിറ്റ് റേഷനിങ്, മാർജിനൽ റിക്വയർമെന്റ്സ്, അതുപോലെ തന്നെ ഡയറക്ഷൻസ് കൊടുത്തിട്ട് കൺട്രോൾ ചെയ്യുക, ഡയറക്ടീവ്സിൽ RBIയുടെ ഡയറക്ടീവ്സിൽ കൂടി കൺട്രോൾ ചെയ്യുക, അങ്ങനെ. ഓക്കെ, അതൊക്കെയാണ് സെലക്റ്റീവ് മെത്തേഡ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റിന്യൂഡ് ഇയർലി? വർഷാവർഷം റിന്യൂ ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. BSBDA, കാസ, റാഫ, KCC. ഓക്കെ, KCC ആണ് ആൻസർ. കിസാൻ ക്രെഡിറ്റ് കാർഡ്, KCC കിസാൻ ക്രെഡിറ്റ് കാർഡ് ആണ്. ഓക്കെ, ബാക്കി BSBDA എന്ന് പറയുന്നത് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അത് നമ്മുടെ നോ ഫ്രിൽ അക്കൗണ്ട്സ് ഒക്കെ ഇപ്പം BSBDA എന്നുള്ള പേരിലാണ്. അവിടെ നമുക്ക് ബാലൻസ്, മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി കാസ എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും കൂടി ചേർന്നിട്ടുള്ള അക്കൗണ്ട് ആണ്. റാഫ എന്ന് പറയുന്നത് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടും കൂടിയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ആണ് റാഫ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ഇവിടെ KCC ആണ്. Next, 10th question. The area of operation of dash is confined to a village, municipality or panchayat. Okay, അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഒരു ഏതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ്
ഒരു വില്ലേജിലേക്ക് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലേക്കോ ഒരു പഞ്ചായത്തിലേക്കോ കൺഫൈൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻസ് എ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ബി സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, സി പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, D primary consumer cooperative stores. Okay, answer service cooperative bank. ഒരു service cooperative bankന്റെ area of operation എന്ന് പറയുന്നത് it is confined to a village, a municipality or a panchayat. Okay. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ആയിട്ട് നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ വരാം. അപ്പം വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. അപ്പം സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.